അപ്പോൾ ഈ വീഡിയോ നമ്മൾ എടുക്കാൻ കാര്യം അത്യാവശ്യം നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാനായിട്ട് കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് പറയാനായിട്ട് നമ്മൾ വീഡിയോ എടുത്തത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ട്രേഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എന്നുവെച്ചാൽ നമ്മൾ നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ ഓപ്ഷൻസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അത് എന്താ ട്രേഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചെറിയ റിസ്കിൽ അത്യാവശ്യം വലിയ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഇൻഡെക്സുകൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത് ആക്ച്വലി കമ്പാരിറ്റീവ്ലി സ്റ്റോക്ക് റിസ്ക് കൂടുതലാണ്. പക്ഷേ നമുക്ക് ഓപ്ഷൻസിൽ ഒരു ചെറിയ മാർജിനിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് റിട്ടേൺ എലിജിബിൾ ആയിട്ടുള്ള പൊസിഷൻസ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി 50യുടെ ഇൻഡെക്സുകളിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് വെൻ ആൻഡ് ഹൗ വി ആർ ട്രേഡിങ്, നമ്മൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് സ്ട്രാറ്റജീസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ബേസിക് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് 15 മിനിറ്റ്സ് സ്കാനിൽ അത് പ്രീവിയസ് ഡേയിൽ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി കാര്യങ്ങളൊക്കെ നോക്കും. പ്രൈസ് ആക്ഷൻ പാറ്റേൺ വെച്ചും ഫിബൊനാച്ചി സീരീസ് വെച്ചും ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് വെച്ചും വേറെ സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു ഒരു ട്രേഡ് സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് പ്രഡിക്റ്റ് ചെയ്യും. അത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യും. ആൻഡ് ഫസ്റ്റ് 15 മിനിറ്റ്സിൽ നമ്മൾ ഒരിക്കലും ഒരു ട്രേഡ് എടുക്കില്ല. കാര്യം അത് മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള പൊസിഷനായിരിക്കും. സോ അതിൽ നമ്മൾ എടുക്കില്ല. പിന്നെ വരുന്ന 50 മിനിറ്റ്സ് കഴിയുമ്പോൾ ഫസ്റ്റ് 50 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ ട്രേഡ് നമ്മുടെ സ്റ്റഡീസിനെ അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി എടുക്കും. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കേട്ടോ. ദെൻ അടുത്ത ഓപ്ഷൻ ഹൗ വി മാനേജ് അവർ റിസ്ക്. നമ്മുടെ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ഒരു ഗാമ്പിളാണ്. അതിൻ്റേതായിട്ടുള്ള റിസ്ക് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. സോ എങ്ങനെ നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുന്നത്, റിസ്ക് മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മളൊരു ട്രേഡ് ക്യാപിറ്റലിൻ്റെ 10% മാത്രമേ നമ്മൾ ഒരു സിംഗിൾ ട്രേഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളൊരു 1 lakh rupees ക്യാപിറ്റലിലുള്ള ട്രേഡ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ 1 lakhൻ്റെ കംപ്ലീറ്റും ഒരു സിംഗിൾ ട്രേഡിലേക്ക് എടുക്കില്ല. 10% 10,000 rupees മാത്രമേ ഒരു സിംഗിൾ ട്രേഡിലേക്ക് നമ്മൾ എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ 10,000 rupees എടുക്കുമ്പോൾ ആ 10,000 100% ലോസ് ആയാലും നമ്മുടെ ഹോൾ ക്യാപിറ്റലിൻ്റെ 10% പോയിട്ടുള്ളൂ. ഈ 10,000 rupeesiൻ്റെ 1% പ്രോഫിറ്റ് 10% പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും നമ്മൾ 100% 1 lakhൻ്റെ 1% ഉണ്ടാക്കും. ആൻഡ് അത് കമ്പാരിറ്റീവ്ലി ഒരു വലിയ റിട്ടേൺ ആണ് ട്രേഡിനെ സംബന്ധിച്ച്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹൗ വി ആർ റെക്ടിഫൈ ആൻഡ് അൺസർട്ടൺ. അത് നമ്മൾ ഒരു ട്രേഡ് എടുത്തു, അത് ട്രേഡ് എപ്പോഴും വിചാരിച്ച രീതിയിൽ നമുക്ക് പോവില്ല ട്രേഡ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമുക്ക് ട്രേഡ് റിക്യൂപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ലോസ് റിക്യൂപ്പ് ചെയ്യാൻ പറ്റും. അതൊരു ട്രേഡിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു ട്രേഡിങ് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ സംബന്ധിച്ചോളം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മളൊരു ട്രേഡ് എടുത്തു, നമ്മുടെ ഡയറക്ഷൻസ് പ്രകാരം ട്രേഡ് പോയില്ല. സോ തിരിച്ചാ ട്രേഡ് അങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കണം. ഇത് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടാം. കാര്യം സ്റ്റോക്കിൽ നമ്മളിത് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ഇൻട്രാഡേ സെക്ഷൻസിൽ നിങ്ങൾക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1 lakh rupees ട്രേഡ് ചെയ്ത ഒരാളാണെങ്കിൽ ഇൻട്രാഡേ സെക്ഷനിലാണ് പൊസിഷൻ എടുത്തിരുന്നത്, അത് നമ്മുടെ ഡയറക്ഷൻസ് പ്രകാരം പോയില്ല. സോ നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ അത് കൺവേർട്ട് ചെയ്യണം, ഡെലിവറി എടുക്കണം. സോ ഇൻട്രാഡേ സെക്ഷനിൽ ഇപ്പോൾ ഒരു 1,00,000 രൂപയ്ക്ക് ഡെലിവറി പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പിന്നെ നമ്മൾ ഒരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പുട്ട് ഫോർത്ത് ചെയ്യണം. സോ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 5 ലക്ഷമായാൽ അത് നമുക്ക് ആ പൊസിഷൻ സേവ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസിൽ ആ ഒരു റിക്വയർമെൻ്റ് ഇല്ല. നമുക്കിപ്പോൾ 1 lakh ക്യാപിറ്റൽ ഫുഡ് ഫോർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 lakh തന്നെ മതി ഇൻട്രാഡേയിൽ ഡെലിവറി എടുക്കാൻ. അതാണ് നമ്മൾ ഓപ്ഷൻസ് ചെയ്യുന്നത്. അത് റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പൊസിഷൻ എടുത്തു,
ആ പൊസിഷനിൽ നമ്മുടെ സ്റ്റഡീസ് നമുക്കറിയാം, ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള അറിവുള്ളതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ അത് നമ്മൾ എടുത്ത് ഫോർ സം റീസൺ അത് നമ്മുടെ ഡയറക്ഷൻ പ്രകാരം പോയില്ല. സോ അത് എങ്ങനെ നമുക്കത് അറിയാം, ഇങ്ങനെ പോവാൻ ഇന്ന് പോയില്ല പക്ഷെ നാളെ പോവാം, അതുകൊണ്ട് നമ്മൾ അത് ഡെലിവറി എടുക്കുന്നു. ദെൻ ആ ഡെലിവറി എടുത്ത് പ്രോപ്പറായിട്ട് റിട്ടേൺ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അത് പിന്നെ തിരിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങും. ഓക്കെ. പിന്നെ ഒരു റിസ്ക് ഉള്ളത്, നമ്മളിപ്പോൾ ഒരു ഇൻട്രാഡേയിൽ ഒരു ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസ്ക് ഉള്ളത്, അത് കംപ്ലീറ്റ്ലി വൈപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഒരു 1 lakh rupees പ്രോഫിറ്റ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് 0യിലേക്ക് ഇപ്പോൾ ഒരു 100 rupees ഇതിൽ നിൽക്കുന്ന ഒരു ഓപ്ഷൻ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഇത് 0യിലേക്ക് പോകാനുള്ള റിസ്ക് ഉണ്ട്. ബട്ട് ഓപ്ഷൻസും ഇക്വിറ്റിയിലെ ഇൻട്രാഡേയും തമ്മിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്ഷൻസ് 0യിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, വേറെ അതിന് മേലേക്ക് ഓപ്ഷൻസ് പോവില്ല. ബട്ട് ഇൻട്രാഡേയിൽ ഇക്വിറ്റീസ് ഇൻട്രാഡേയിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നാമത് ട്രേഡ് ചെയ്യുന്നത് ലെവറേജിലാണ്. ആ ലെവറേജ് അതിന് താഴെ ഇപ്പോൾ ഒരു 1 lakhൻ്റെ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ലോസ് ആയി കഴിഞ്ഞാൽ അതിനും താഴേക്ക് പോകും, അത് നെഗറ്റീവിലേക്ക് പോകും. സോ ആ റിസ്ക് എന്ത് വന്നാലും സ്റ്റോക്കിലുണ്ട്. സോ ആ റിസ്ക് നമുക്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ദെൻ വൈ നോട്ട് ഓപ്ഷൻസ്. സോ അതാണ് നമുക്കൊരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയുന്നത്. ദെൻ